ഹായ് ഫ്രണ്ട്സ്, എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് എക്സൽ അതിനെപ്പറ്റി ഒന്നും അറിയാത്ത, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പോലും അറിഞ്ഞുകൊടുത്ത ആൾക്ക് വരെ എക്സൽ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. എക്സൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് അക്കൗണ്ടിങ് വർക്കുകൾക്കും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, സെയിൽസ് റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും മറ്റുമൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് പർപ്പസിനും എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് എക്സലിനെ കുറിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എക്സലിന്റെ മെയിൻ വിൻഡോ, അതിനകത്തുള്ള പല ടൂളുകൾ, ഓപ്ഷനുകൾ, പിന്നെ നമുക്ക് വളരെ ചെറിയ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളും അത് ഫോർമാറ്റ് ചെയ്യുന്ന കാര്യങ്ങളും തുടങ്ങി വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സൽ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ലെങ്ത് ഉള്ളാവുന്ന ഒരു വീഡിയോ ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എക്സലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സൽ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പുതിയതായിട്ടൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ ദിവസത്തേക്കായിട്ട് എക്സലിനകത്തുള്ള കുറേ ടെംപ്ലേറ്റുകളുണ്ട്. നമുക്ക് അവർ തന്നെ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ടെംപ്ലേറ്റുകളുണ്ട്. നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. താഴെയായിട്ട് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയലുകളുടെ പേരുണ്ടാവും, അത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു വർക്ക് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എക്സലിൻ്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മുകളിലായിട്ട് ടൈറ്റിൽ ബാർ ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ഓരോ എക്സൽ ഫയലിനെയും വർക്ക് ബുക്ക് എന്നാണ് എക്സൽ വിളിക്കപ്പെടുന്നത്. അപ്പോൾ മുകളിലായിട്ട് ബുക്ക് 8 എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു ബുക്കിൻ്റെ നെയിം അവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് മെനു ബാർ കൊടുത്തിട്ടുണ്ട്. ഫയല്, ഹോം, ഇൻസേർട്ട്, ഷെയർ തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ആ ഓരോ മെനുവിൻ്റെയും അണ്ടറിലായിട്ട് കുറേയധികം സബ് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഓപ്പൺ ആയിരിക്കുന്നത് ഒരു ഷീറ്റാണ്, വർക്ക് ഷീറ്റാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, റോയും കോളവുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഒന്നാമത് നിൽക്കുന്ന ഈ ഒരു കോളത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നെയിം ബോക്സ് ഉണ്ട്, നെയിം കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു സെൽ, ഈ ഓരോ കോളത്തിനെയും സെല്ലുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു സെല്ലിന് ഒരു നെയിം ഉണ്ട്, ആ നെയിമാണ് A1 എന്ന് പറയുന്നത്. അതായത് മുകളിലത്തെ എയും ഈ സൈഡിലത്തെ 1 കൂടെ ചേർത്ത് A1 എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ പേര് H7 എന്നാണ്. അതായത് ഇവിടുത്തെ Hഉം ഇവിടുത്തെ 7ഉം കൂടെ ചേർത്ത് H7 എന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മൾ ഏത് സെല്ലിൽ സെലക്ട് ചെയ്താലും ആ ഒരു സെല്ലിന് ഒരു അഡ്രസ് ഉണ്ടായിരിക്കും, അതായത് സെല്ലിൻ്റെ പേരുണ്ടായിരിക്കും. ആ പേര് ഈ മുകളിലത്തെ അക്ഷരവും സൈഡിലത്തെ നമ്പറും കൂടെ ചേർത്ത് ഇപ്പോൾ M11 എന്നാണ് ഈ ഒരു സെല്ലിനെ വിളിക്കുന്നത്. അതുപോലെ താഴെയായിട്ട് നമുക്ക് ഓരോ ഷീറ്റുകളുണ്ട്. ഓരോരോ ഷീറ്റ്, നമുക്ക് ഓരോ ഷീറ്റ് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ന്യൂ ഷീറ്റ് എന്നുള്ള ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഷീറ്റിൻ്റെ നെയിമൊക്കെ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷീറ്റ് 2 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീനെയിം ഷീറ്റ് 2 എന്ന് വരും. ഇവിടെ നമുക്ക് പേര് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സെയിൽസ് റിപ്പോർട്ട് എന്ന് കൊടുക്കണം. സെയിൽസ് റിപ്പോർട്ട് എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു ഷീറ്റിൻ്റെ നെയിം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ ഓപ്ഷനുകളായിട്ട് പരിചയപ്പെടാം. നമുക്ക് ഒരു വർക്ക് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പുതിയ വർക്ക് ബുക്ക് ഒരു ഫയലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ബുക്ക് അതിൻ്റെ നെയിമിൽ തന്നെ സേവ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോൾഡറിൽ നമ്മുടെ ഈ ഒരു വർക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് ഇത് സേവ് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഫോൾഡറിനകത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഫയൽ സേവ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഈ സെല്ലുകൾക്കുള്ളിലാണ് നമ്മുടെ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സെല്ല് G6 എന്ന് പറയുന്ന സെല്ലിനകത്ത് ഒരു ഡാറ്റ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് ഒരു ഡാറ്റ അവിടെ എൻ്റർ ആയിട്ടുണ്ട്. ശേഷം നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് താഴത്തെ സെല്ലിലേക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് ഒരിക്കൽ ടൈപ്പ് ചെയ്ത ആ ഒരു ഡാറ്റയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ഡാറ്റ അവിടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കാര്യം ടൈപ്പ് ചെയ്തു, അത് നമുക്ക് തിരുത്തി മറ്റൊരു കാര്യം അവിടെ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു സെല്ലിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ കഴ്സർ വരും. അത് ബാക്ക് സ്പേസ് അടിച്ച ശേഷം നമുക്ക് പുതിയ ഡാറ്റ അവിടെ ചേർക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷവും ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതായത് ക്ലിക്ക് ചെയ്ത ശേഷം മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ മൊത്തത്തിൽ എറേസ് ആയിട്ട് പുതുതായിട്ട് വരും. അതിൽ ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ടാണ് നമുക്ക് കഴ്സർ ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള മാത്രം ബാക്ക് സ്പേസ് കൊടുത്തിട്ട് പുതിയ ഡാറ്റ അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഒരു ഫോർമുല ബാർ ആണ്. അതായത് നമ്മുടെ ഈ സെല്ലിനകത്തുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് അവിടെ ഡിസ്പ്ലേ ആവുക ഫോർമുല ബാറിൽ. അതിപ്പോൾ സെല്ലിനകത്തുള്ള ഡാറ്റ ആണെങ്കിലും ഫോർമുലകളാണെങ്കിലും ഫോർമുലകൾ എന്താണെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അതിനെക്കുറിച്ച് ഇപ്പോഴേ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നതായിരിക്കും. ഫോർമുലയെ പറ്റിയുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. അപ്പോൾ അത് തൽക്കാലം ഫോർമുല ബാർ ആണ് എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാനെ കുറിച്ച്. ഇനി നമ്മൾ ഒരു സെല്ലിനകത്തൊരു ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്തു. അത് നമുക്ക് മൂവ് ചെയ്ത് മറ്റൊരു സെല്ലിനകത്തേക്ക് കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ ഇവിടെ H9 എന്നുള്ള സെല്ലിനകത്ത് ടൈപ്പ് ചെയ്ത ഡാറ്റയെ മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൗസ് കഴ്സർ അതിനൊക്കെ വെക്കുമ്പോൾ ഫിംഗറിൻ്റെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടേക്കാണോ അത് മൂവ് ചെയ്യുന്നുണ്ട് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കട്ട് കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു സെല്ലിലെ ഡാറ്റയെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഡാറ്റ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സെല്ലിലെ ഡാറ്റയെ മറ്റൊരു സെല്ലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് സീരിയൽ നമ്പറിൻ്റെ കോളമാണെന്ന് കരുതുക. സീരിയൽ നമ്പറിൻ്റെ കോളമാണെന്ന് കരുതുന്നു. നമ്മളിവിടെ 1 താഴത്തെ കോളത്തിൽ 2 അങ്ങനെ ടൈപ്പ് ചെയ്തു. നമ്മൾ ഓരോ കോളം 1, 2, 3, 4 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുന്നത് നമ്മുടെ സമയം നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ 1, 2 ടൈപ്പ് ചെയ്തു, 2 കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മൗസ് കഴ്സർ ഒന്ന് ആ ഒരു കോർണറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസ് ഐക്കണായിട്ട് മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഏതുവരെയാണോ എത്തേണ്ടത് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. ആ ഒരു സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ ഫിൽ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡാറ്റയെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്പേഴ്സാണ്. നമ്മൾ ദിവസങ്ങൾ ഇപ്പോൾ സൺഡേ, മൺഡേ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സൺഡേ താഴത്തെ കോളത്തിൽ മൺഡേ. നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2, 3 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ആ ഒരു ദിവസം വന്നിട്ടുണ്ട്. അത് നമുക്ക് വർഷങ്ങൾ ജാനുവരി, ഫെബ്രുവരി നമുക്ക് എല്ലാ മാസവും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴേക്കൊന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതങ്ങനെ മാസങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പാറ്റേണായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിൽ താഴേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അത് എക്സലിനകത്തുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് കുറച്ചൊരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ താഴേക്ക് മാത്രമല്ല, നമുക്കിപ്പോൾ വശങ്ങളിലേക്ക് വേണമെങ്കിലും ഇത് ഏത് വശത്തേക്ക് വേണമെങ്കിലും ഇത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ 1 ഇവിടെ അടിച്ചു, പിന്നെ ഇവിടെ 2 ഇങ്ങനെ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഇത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ടായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഫില്ലാവും. താഴേക്കാണെങ്കിൽ താഴേക്ക് ഫില്ലാവും. ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് താഴേക്കാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് അത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഏതൊരു വശത്തേക്കാണെങ്കിലും നമുക്കത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സെല്ലുകൾ ഇപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സെല്ലിനകത്ത് ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്യാണ്. ഈ ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് 1, 2, 3 ഈ ഒരു 4 സെല്ലിനകത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇത് ആക്ച്വലി ഈ ഒരു ഒറ്റ സെല്ലിനകത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു സെല്ലിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോർമുല പറഞ്ഞാൽ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് E1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിനകത്ത് മാത്രമാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു E1നെ
ഈ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മൗസ് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവച്ച ശേഷം ആവശ്യാനുസരണം ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി സിമ്പിളായിട്ട് മറ്റൊരു മെത്തേഡുണ്ട്. ഞാനിത് ബാക്ക് കൊടുക്കുന്നു, കൺട്രോൾ സെൽ കൊടുക്കുമ്പോൾ അത് പോകും. നേരെ ഇവിടെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെല്ലിലെ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ വീതി ക്രമീകരിക്കപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ ഇത് സൈഡിലേക്ക് മാത്രമല്ല, നമുക്കിത് താഴേക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്പേഴ്സിൻ്റെ ആ ഒരു ഇതിൽ കൊണ്ടുവച്ചിട്ട് നേരെ താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ അത് വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു സെല്ലിനകത്ത് കറക്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈസിനനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റ് മാറുന്നതായിരിക്കും. റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അത് ഹോം എന്ന ടാബിനകത്ത് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോളും. നമ്മളൊരു ബോക്സിനകത്ത്, അതായത് ഒരു സെല്ലിനകത്ത് ഡാറ്റയെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പുതിയ കോളങ്ങൾ നമുക്ക് ആഡ് ചെയ്യണം. വരിയും അല്ലെങ്കിൽ കോളങ്ങളും നമുക്ക് റോയും കോളവും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു പുതിയ കോളം നമുക്ക് ആഡ് ചെയ്യേണ്ടവരുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു. അവിടെ വന്നിട്ട് ഇൻസർട്ട് കോളം ലെഫ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു പുതിയ ഇത് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇൻസർട്ട് റോ എബോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ടൊരു റോ ആഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ റോയും കോളം ഒക്കെ ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ടൈപ്പ് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കൊരു കോളം മിസ്സായി പോയി, അവിടെ നമുക്കത് ഡാറ്റ കൊടുക്കണമല്ലോ എന്ന് കരുതുന്നത്. അപ്പം ഞാൻ നമുക്കത് ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ഡാറ്റ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സലിലെ റിബൺ പരിചയപ്പെടാം. അതായത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ടൂൾസ് ഒക്കെ വരുന്ന ഒരു ഭാഗത്തെയാണ് എക്സലിന്റെ റിബൺ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഓരോ മെനുവിന്റെയും അണ്ടറിലായിട്ട് ഓരോ റിബണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോം എന്നത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് എക്സലിനകത്ത് യൂസ് ചെയ്യുന്ന കുറേയധികം ടൂളുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് കട്ട്, പേസ്റ്റ്, കോപ്പി, അതുപോലെ നമുക്ക് ടെക്സ്റ്റിന്റെ ഒക്കെ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്കത് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കയറിയിട്ട് നമുക്ക് ഫോണ്ടുകൾ ഇത്തരത്തിൽ ഇങ്ങനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഫോണ്ട് സൈസ് ഇപ്പോൾ ഇതിൽ കയറി അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്കിത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്പ് ആരോ ഡൗൺ ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ഡബിൾ അണ്ടർലൈൻ തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഫിൽ കളർ, ഫോണ്ട് കളർ, ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഫോണ്ട് കളർ ആകുന്നു, ഫിൽ കളർ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അലൈൻമെന്റ് ഉണ്ട്. അതായത് ടോപ്പ് അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, അങ്ങനെയുള്ള അലൈൻമെന്റ് ഓപ്ഷനുകളും പിന്നെ റാപ്പ് ടെക്സ്റ്റ്, മെർജ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട കുറേയധികം ടൂൾസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കുന്നതാണ്. പിന്നെ ഇൻസേർട്ട് എന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടേബിളുകൾ ഇൻസേർട്ട് ചെയ്യാം, പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ബുക്കിനകത്തേക്ക് ഒരു പിക്ചർ, ഷേപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷേപ്സ് ഉണ്ടാവും. ഇതേപോലെ നമുക്കിവിടെ ഷേപ്പുകളൊക്കെ ഇങ്ങനെ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്, മൂവ് ചെയ്തുകൊണ്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷനുകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ഡയഗ്രാംസ്, കോളം, ലൈൻ, പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം സംഗതികളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷെയർ എന്നതിനെ കുറിച്ച് അത് നമുക്ക് പിന്നീട് നോക്കാം. പേജ് ലേഔട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ പേജ് സെറ്റപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് പേജിന്റെ സൈസ്, പേജ് ബ്രേക്ക് മുതലായ കാര്യങ്ങൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകൾ ഇനിയുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഒരു തുടങ്ങി വെക്കുകയാണ്. പിന്നീട് ഇതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളെ പറ്റി എക്സൽ റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ചാനലിനകത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫയൽ എന്ന് പറയുന്നതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് ഹോം, ന്യൂ, ഒരു പുതിയ വർക്ക്ഷീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂ ഉണ്ട്. ഇവിടെ നേരത്തെ ചെയ്ത ഫയലുകൾ ഓപ്പൺ ആക്കിക്കൊണ്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ സേവ്, പ്രിന്റ്, ഷെയർ, എക്സ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു 10ാം ക്ലാസ്സിലെ ഒരു പരീക്ഷയ്ക്ക് കുറച്ച് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ നമ്മൾ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് മറ്റൊരു ഷീറ്റിനകത്തേക്ക് ഇവിടെ നമ്മൾ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഹെഡിങ് ആയിട്ട് മാർക്ക് ഷീറ്റ് എന്ന് കൊടുക്കുകയാണ്.
അലൈൻമെന്റ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ മാർക്ക് ഷീറ്റ് എന്ന് ഒരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ സീരിയൽ നമ്പർ കൊടുക്കുകയാണ്. SL സീരിയൽ നമ്പർ കൊടുത്തു. അടുത്തതായിട്ട് കുട്ടിയുടെ നെയിം കൊടുക്കുന്ന ബോക്സ് ആണ്. കുട്ടിയുടെ നെയിം ഇവിടെ നമ്മൾ ഓരോ വിഷയങ്ങളായിട്ട്, അതായത് ഓരോ വിഷയങ്ങളുടെ പേര് കൊടുക്കുകയാണ്. ആ വിഷയങ്ങളിൽ കിട്ടിയ മാർക്ക് അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ മലയാളം. വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസ് കൊണ്ടുവന്ന് അടുത്ത സെല്ലിലോട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കീബോർഡിലെ ടാബ് പ്രസ് ചെയ്താൽ മതി, അടുത്തതിലേക്ക് പോകും. മലയാളം സെക്കൻഡ്, ഞാൻ ഷോർട്ട് കട്ട് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സയൻസ്, IT, മാത്സ്. ഓക്കെ, ഞാൻ അതവിടെ കൊടുത്തു. പിന്നെ നമുക്ക് ഇവിടെ സീരിയൽ നമ്പർ കൊടുക്കാം. ഞാൻ ഒരു 10 കുട്ടികളുടെ നമ്പർ ഇവിടെ കൊടുക്കണം. ഇവിടെ ഞാൻ 1 കൊടുത്തു. താഴേക്ക് വരാൻ വേണ്ടി ഒന്നുകിൽ ഡൗൺ ആരോ കൊടുക്കാം, അല്ലെങ്കിൽ എൻട്രിക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻട്രിക്ക് കൊടുത്തു, 2 കൊടുത്തു. ഇനി നമ്മൾ ബാക്കി മൊത്തം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, താഴേക്ക് ഡ്രോ ചെയ്യുക. 10 കുട്ടികളുടെ വന്നു. ഇനി നമുക്ക് ഇവിടെ നെയിംസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ 10 കുട്ടികളുടെ നെയിം ഇവിടെ കൊടുക്കും. ഇവിടെ നമ്മളിപ്പോൾ താഴേക്കുള്ള ഡാറ്റ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണ ടാബ് പ്രസ് ചെയ്യുമ്പോൾ നേരെ ഇത് വലതുവശത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പോലും നമുക്ക് നേരെ താഴേക്ക് തന്നെ ടാബ് വശം വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഏരിയ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഒന്ന് ടൈപ്പ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇത്രയും കോളത്തിലാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫുൾ ആയിട്ടൊന്ന് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അനു, അമൽ, അഞ്ജു, അരുൺ, ജസ്റ്റ് ഒരു 10 നെയിം നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ 10 കുട്ടികളുടെയും മാർക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് മാർക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ടാബ് കൊടുത്താണ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ ടാബ് കൊടുക്കുമ്പോഴും നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 100 മാർക്കിനാണെന്ന് കരുതുക. ഞാനിവിടെ 60, 90, 55, 70, 40, 36 ജസ്റ്റ് റാൻഡമായിട്ട് ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ടാബ് കൊടുക്കുമ്പോൾ നമുക്ക് നേരെ ഇത് എമ്മിനകത്തേക്ക് കയറി പോകണം. അങ്ങനെ പോകാൻ പാടില്ല. പകരം നമ്മൾ നേരെ അടുത്ത കുട്ടിയുടെ ഇവിടെയാണ് എത്തേണ്ടത്. പക്ഷെ അവിടെ എത്തുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു റേഞ്ച് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ഇനി നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്യാണ്. 40, 55, 66 ജസ്റ്റ് റാൻഡമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, സെലക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. വീണ്ടും ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ വിടും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഒന്ന് ചെയ്യാം. അവിടെ എത്തി. ഇനി നമ്മൾ നേരെ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എമ്മിനകത്തേക്ക് പോകില്ല, പകരം നേരെ താഴത്തെ അതിനകത്തേക്ക് തന്നെ വരും. അതാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്താലുള്ള ഒരു ഉപയോഗം. നമുക്ക് കുറച്ചൊരു ഫാസ്റ്റ് ആയി, അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ ഇവിടെ കൊണ്ടുവരും, പിന്നെ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കൊണ്ടുവരണം. അതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് ബാക്കി ഡാറ്റ ഒന്ന് ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും കുട്ടികളുടെ ഡാറ്റ ഇവിടെ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മലയാളത്തിൻ്റെത് ഫുള്ളായിട്ട് കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് മാർക്ക് ഷീറ്റ് എന്നുള്ളത് ഇനി സൈഡിൽ പോയി കിടക്കണം. അത് നമുക്ക് സെന്ററിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ മെർജ് ആൻഡ് സെന്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സെന്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ബാക്കി എല്ലാ അതുപോലെയുള്ള എ മുതൽ എൽ വരെയുള്ള എല്ലാ സെല്ലുകളും ഒരുമിച്ച് ഒറ്റ സെല്ലായിട്ട് അതവിടെ സെന്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ബോൾഡ് ആക്കണം. കുറച്ചുകൂടി ഒന്ന് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഹെഡിങ് അല്ലേ, നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്തു. കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ള ഫോണ്ട് ഞാൻ അവിടെ കൊടുത്തു. മാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അണ്ടർലൈൻ കൊടുക്കാം. അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇത് അണ്ടർലൈൻ എന്ന ഓപ്ഷൻ കൊടുത്തു. അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഈ ഒരു ഭാഗം ഒന്ന് ബോൾഡ് ആക്കുന്നു. എന്നിട്ട് നമുക്ക് അതൊന്ന് ഡബിൾ അണ്ടർലൈൻ ഞാനിവിടെ കൊടുക്കുകയാണ്. ഗവൺമെന്റ് നമുക്ക് ഡബിൾ അണ്ടർലൈൻ അവിടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ കാണുന്ന ബോർഡർ പോയി കഴിഞ്ഞാൽ അവിടെ
നമുക്ക് ഈ കാണുന്ന ഒരു ബോട്ടം ഡബിൾ ബോർഡർ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡബിൾ ബോർഡർ അവിടെ ബോട്ടത്തിൽ കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റ് കുറച്ച് ചെറുതായിട്ട് കാണുന്നതാണ്. നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. താഴെ ഒരു 100% കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഇങ്ങനെ കൂട്ടാം. അപ്പോൾ കുറച്ച് വലുതാക്കി വെച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സൈസ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈസ് കൂട്ടി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് ഒന്ന് അറിയില്ല. ഇതിപ്പോൾ എല്ലാം ഒരു റൈറ്റ് സൈഡിലേക്ക് അലൈൻമെന്റ് കിടക്കും. അപ്പോൾ നമുക്ക് സെൻറ്റർ ആക്കണം. ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു അലൈൻ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും ഫുള്ള് സെൻറ്റർ ആയിട്ട് അലൈൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിനകത്ത് കളറും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഹൈലൈറ്റിൻ്റെ പോയി നമുക്ക് ഒരു ഹൈലൈറ്റ് കളർ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു കളർ ഇവിടെ ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ സെല്ലിനും നമുക്ക് ബോർഡറും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കിവിടെ ബോർഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബോർഡർ കൊടുത്തിട്ട് ആൾ ബോർഡേഴ്സ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ളായിട്ടൊരു ബോർഡർ ചെയ്തിട്ടുള്ള രൂപത്തിലേക്ക് നമ്മുടെ ഒരു ഷീറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിന് ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ വേറെ കുറേ ഇവിടെ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു സെല്ല് ഇവിടെ ഞാൻ ഇപ്പോൾ റെഡ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോൾഡ് ആക്കിയിട്ടുണ്ട്, വേറൊരു ഫോണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്ത ഈ ഒരു ഫോർമാറ്റിങ് വേറൊരു സെല്ലിനകത്തേക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുക്കുന്നു, ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സെല്ലിനകത്തുള്ള ഫോർമാറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു സെല്ലിനകത്തേക്ക് ഫോർമാറ്റ് പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അതേ അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു സെല്ലിനകത്തുള്ള ആ ഒരു ഫോർമാറ്റ് നമ്മൾ ചെയ്ത മാറ്റങ്ങൾ മറ്റൊരു സെല്ലിനകത്തേക്ക് അതേപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ടോട്ടൽ മാർക്ക് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതായത് ഓരോ കുട്ടിക്കും കിട്ടിയ വിഷയങ്ങളുടെ മാർക്കിന്റെ ടോട്ടൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്, ഓട്ടോ സം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അതായത് ഞാനിവിടെ ഒരു ടോട്ടലിന്റെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. ടോട്ടൽ. ഇപ്പോൾ ഈ ഒരു ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഫോർമാറ്റിങ് കൊണ്ടുവരണം. അവിടെ ഫോർമാറ്റിംഗ് പെയിന്റ് കൊടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, ആ ഒരു ഗ്രീനും കാര്യങ്ങളൊക്കെ അവിടെ അതേപടി നമ്മൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ഇപ്പോൾ അനു എന്ന് പറയുന്ന കുട്ടിയുടെ 10 വിഷയങ്ങളിലുള്ള മാർക്കിന്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണം വേണ്ടി ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നേരെ ഇത് ഫുള്ളായിട്ട് ആ ഒരു കൊച്ചിന്റെ മാർക്ക് മുതൽ സെലക്ട് ചെയ്യുന്നു. ഈ കാണുന്ന ഹോം ടാബിന് താഴെയുള്ള ഓട്ടോ സം എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. അവിടെ ആ ഒരു കുട്ടിയുടെ ടോട്ടൽ മാർക്ക് വന്നിട്ടുണ്ട്. മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ ഒരു മെത്തേഡ് ഓട്ടോ സം മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാക്കി എല്ലാ കുട്ടികളുടെയും മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കാണാം. മാർക്കിന്റെ എല്ലാ കോളങ്ങളും നമ്മൾ ഒറ്റയായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ടോട്ടലിന്റെ കോളത്തിൽ കൂടി സെലക്ഷൻ കൊടുക്കുന്നു, ഓട്ടോ സം കൊടുക്കുന്നു. ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു ടോട്ടൽ സം അവിടെ കിട്ടുന്നുണ്ട്. അതായത് ടോട്ടലിന്റെ കോളത്തിൽ നമുക്ക് ഈ ഒരു ബോർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബോർഡർ ക്ലിക്ക് ചെയ്യുന്നു, ഒന്ന് സെൻറ്റർ അലൈൻ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ഹൈലൈറ്റിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. വേറൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടോട്ടലിന്റെ കളർ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഡാറ്റ എൻട്രി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ഇപ്പോൾ നെയിമും കാര്യങ്ങളൊക്കെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോർട്ട് അസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത ശേഷം ഫുള്ളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സോർട്ടിൽ പോയിട്ട് സോർട്ട് അസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോർട്ട് ഡിസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിസെൻഡിങ് ഫോൾഡറിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് അസെൻഡിങ് തന്നെ കൊടുത്തത് ഉണ്ടോ, അവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അത് വന്നിട്ടുണ്ട്. എ തുടങ്ങുന്ന കുട്ടികൾ ആദ്യം, ബി തുടങ്ങുന്ന കുട്ടികൾ ആദ്യം. ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ പേര് നമ്പറും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഓർഡറിന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഓർഡർ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്യുക. ഡാറ്റ ഫുൾ സീരിയൽ നമ്പറിന്റെ കോളൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നെയിം മുതൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സോർട്ട് ആൻഡ് ഫിൽ. ഇപ്പോൾ നമ്മൾ ഇത് സീരിയൽ നമ്പർ കൊണ്ട് സെലക്ട് ചെയ്തു വെച്ചാൽ ഒരു പ്രശ്നമൊന്നുമില്ല.
ചെയ്തില്ല വേറെ മാറ്റമൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സോർട്ട് ആൻഡ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സലിനകത്തുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ കുറേ അധികം അങ്ങ് ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങൾ തുടക്കം മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര പേര് ഇതൊക്കെ എക്സലൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും വീഡിയോ ഏകദേശം 1/2 മണിക്കൂറായെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടുകൊണ്ടിരുന്നവർക്ക് എൻ്റെ നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.